ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം തന്നെ നിഫ്റ്റി ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 6/3/2025 വ്യാഴാഴ്ച 22,529 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി 7/3/2025 വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്തത് 22,508 എന്ന ലെവലിലായിരുന്നു. ഒരു 20 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് എന്ന് വേണം പറയാൻ. ചാർട്ട് പ്രകാരം അത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യമേ ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന 22,500 എന്ന ലെവലിലാണ്. ആദ്യത്തെ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ഡൗൺ സൈഡ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഒരു അപ്പർ സൈഡ് ഇത്തരത്തിൽ വോളട്ടൈലായി ആദ്യത്തെ ഒരു അരമണിക്കൂർ കടന്നുപോയിരുന്നു. എന്നാൽ കൃത്യമായും അതിനിടയിൽ വ്യക്തമായ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് തന്നവർ പലരും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ നിന്നും കൃത്യമായി ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട്, പ്രധാന നമ്മുടെ സപ്പോർട്ടായ 22,500 എന്ന ലെവലിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചു. നമ്മളുടെ അത് പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കടന്ന് നമ്മളുടെ ലെവലായ 22,629 എന്ന ടാർഗറ്റ് കൃത്യമായും ഹിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. എന്നാൽ 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും അതിന് മുകളിലോട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കാതെ വീണ്ടും കിട്ടിയ ഒരു ഡിക്ലൈൻ, അതും വളരെ മനോഹരമായി ട്രേഡ് ചെയ്തവരുണ്ട്. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലിനെ, അതല്ലെങ്കിൽ തൊട്ട് പിന്നോട്ട് പരിശോധിച്ചാൽ ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിനെ സ്റ്റോപ്പ് ലോസ് ആയി കണ്ടുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്തു. വീണ്ടും സപ്പോർട്ടിൻ്റെ അടുത്ത് വന്ന് അവിടെ നിന്നും തിരിഞ്ഞ് വീണ്ടും അപ്പർ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ ഡേയ്സ് ലോ ആൻഡ് ഹൈ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 174 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രമാണ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച തന്നിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായും നല്ല ട്രേഡിംഗ് അവസരങ്ങളായിരുന്നു. പലരും ഒട്ടനവധി പ്രാവശ്യം ട്രേഡ് ചെയ്ത് പുതിയ എൻട്രി എടുത്ത് പ്രോഫിറ്റ് നൽകിക്കൊണ്ടേയിരുന്നു എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഈ ദിവസം നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്ത എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ മൂവ്മെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ലെവലുകൾ തരികയാണ് ചെയ്തത്. ഈ മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസത്തെ തന്നെ ശനി ഞായർ അവധിയാണ്, തിങ്കളാഴ്ചത്തേന് എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 22,534 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി ഒരു മൈനർ സപ്പോർട്ടായി 22,507 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ ഉയരം തന്നെ, അതായത് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ 634 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി ലഭിക്കേണ്ടത് 22,884 അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 728, 22,819 എന്നീ ലെവലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രധാനമായും ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ, ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 22,456 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ടുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്നാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് ഈ ലെവലുകൾ ടാർഗറ്റുകളായി കിട്ടിയേക്കാം എന്നാണ് കരുതുന്നത്.
എന്നാൽ 22,285 എന്ന ലെവൽ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. 48,397 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 48,297 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസ് ഏരിയയായി മാറേണ്ടത് 49,331 എന്ന ഏരിയയാണെന്നാണ് ഞാൻ കാണുന്നത്. എന്നാൽ അതിനിടയിൽ ഒരുപാട് മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 48,713, അതുപോലെ തന്നെ 48,849 എന്ന കഴിഞ്ഞ ദിവസത്തെ ഉയരം. അതിന് മുകളിലായി 48,973, 49,109, 49,215, 49,331 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് തുടർന്ന് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുന്നു, പ്രൈസ് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ടാർഗറ്റ് ലഭിച്ചേക്കാം. അത്തരത്തിൽ ഓരോ ഈ മൈനർ റെസിസ്റ്റൻസുകളും ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിലോട്ട് ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ സ്റ്റോപ്പ് ലോസുകൾ, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അപ്പർ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 48,109 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണ്ടുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ കഴിയും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 47,841 കഴിഞ്ഞ ദിവസത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും പ്രൈസ് വീക്കായേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. 74,255 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 74,031 തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട്. പ്രധാന റെസിസ്റ്റൻസ് ആയി ആദ്യം ലഭിച്ചേക്കാവുന്നത് 75,285 എന്ന ലെവലാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 74,595, 835, 75,111 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം. ഈ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി ഈ ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം. എങ്കിലും ഇതെല്ലാം ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലുകളായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതിനടുത്തോട്ട് എത്തുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ് കവർ ചെയ്യുന്നതും അതല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നിങ്ങളുടെ ലഭ്യമായ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടാർഗറ്റ് തീർച്ചയായും ലഭിക്കാവുന്ന ഒരു ലെവൽ തന്നെയാണ്. എന്നാൽ അത് ഒരു സപ്പോർട്ട് ലെവലായി
പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്ന പക്ഷം തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഈ 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത് ഞാൻ എൻ്റെ പഠനാർത്ഥം, എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി തയ്യാറാക്കിയിട്ടുള്ളവ മാത്രമാണ്. ഇത് യാതൊരു കാരണവശാലും ഒരു ബൈ സെല്ല് സജഷനൊന്നുമല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സജഷൻസ് കൊടുക്കാൻ പാടുള്ളതുമല്ല. ഇത് നിങ്ങൾക്കും പഠന ആവശ്യത്തിലേക്കായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ട്രേഡ് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാൻ യാതൊരു വിധത്തിലും ഇത് ഒരു പ്രൊമോട്ട് ചെയ്യുന്നതേ ഇല്ല ഉപയോഗിക്കാൻ. എന്നാൽ പഠനാവശ്യത്തിനായി നിങ്ങൾക്ക് പ്രയോജനകരമാണ് എങ്കിൽ, ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്